മകൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ കൂടുതൽ രാഷ്ട്രീയപരമായി ഉയർത്തിക്കാട്ടേണ്ടതില്ല എന്ന തീരുമാനം CPM കൈക്കൊണ്ടു. നേരത്തെ പിണറായിയുടെ പിൻഗാമി മുഹമ്മദ് റിയാസ് എന്ന മട്ടിലുള്ള ചില പ്രചരണങ്ങളൊക്കെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ചില CPM നേതാക്കൾ തന്നെ അത്തരം പ്രചരണങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം പാർട്ടിക്ക് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്നും അത് UDFന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും പിണറായി വിജയൻ മനസ്സിലാക്കി, CPM മനസ്സിലാക്കി. അതുകൊണ്ട് മുഖ്യധാരയിലേക്കൊന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടേണ്ട, അദ്ദേഹത്തെ അടുപ്പിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് CPMും മുഖ്യമന്ത്രിയും കൈക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയാൽ, അല്ലെങ്കിൽ പിണറായിയുടെ പിൻഗാമിയാണ് മുഹമ്മദ് റിയാസ് എന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടായാൽ അത് CPMന് കാലാകാലങ്ങളായി ലഭിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ നഷ്ടപ്പെടുത്തുമെന്നും അതോടൊപ്പം വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നും CPMന് ഉറച്ച ബോധ്യമുണ്ട്. ഇത് തന്നെ മുഖ്യമന്ത്രിക്കും അറിയാം. ഹിന്ദു ക്രൈസ്തവ വോട്ടുകൾ അത്തരത്തിൽ ഏകീകരിച്ച് UDFിലേക്ക് പോയാൽ പിന്നെ CPMനും പിണറായിക്കും മൂന്നാം ഊഴം ഉണ്ടാകില്ല. അപ്പോൾ മൂന്നാം ഊഴം ഉണ്ടാകണമെങ്കിൽ മുഹമ്മദ് റിയാസിനെ പതിയെ മുഖ്യധാരയിൽ നിന്നും അല്ലെങ്കിൽ ആ വെള്ളി വെളിച്ചത്തിൽ നിന്നും മാറ്റി നിർത്തണം. അതുകൊണ്ട് ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിലും അനുവദിച്ചുള്ള പരിപാടികളിലൊന്നും മുഹമ്മദ് റിയാസിന്റെ പേര് ഉയർന്നു കേൾക്കുന്നില്ല. അദ്ദേഹത്തെ പതിയെ സൈഡ് ലൈൻ ചെയ്ത് മാറ്റി നിർത്തുകയാണ്. 2026 തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും CPM അധികാരത്തിൽ വരികയാണെങ്കിൽ, വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ് വീണ്ടും ശക്തി പ്രാപിച്ച് മന്ത്രിസഭയിലെത്തും. അതുവരെ ഒന്ന് ഒതുങ്ങി പമ്മി മാറി നിൽക്കാനാണ് പിണറായി വിജയൻ മുഹമ്മദ് റിയാസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം പാർട്ടിയുടെ താഴെ തലങ്ങളിൽ നിന്നും വലിയ തോതിൽ വോട്ടുകൾ BJPയിലേക്ക് ഒലിച്ചു പോകുന്നു എന്നുള്ള വിവരങ്ങൾ കൃത്യമായി CPMന്റെ ഉന്നത നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയന് CPMന്റെ വോട്ടുകൾ BJPയിലേക്ക് പോകുക എന്ന് വെച്ചാൽ പാർട്ടിയുടെ അടിത്തറ കടയോടെ ചോർന്നു പോവുക എന്നാണ് അർത്ഥം. അതിന് ഒരു കാരണമായി മുഹമ്മദ് റിയാസ് മാറിത്തീരുമെന്നും, അങ്ങനെ മാറിത്തീർന്നാൽ മറ്റു പാർട്ടി നേതാക്കളുടെ അല്ലെങ്കിൽ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന്റെ എതിർപ്പ് മുഹമ്മദ് റിയാസിന് ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി അദ്ദേഹത്തിന്റെ ശത്രുക്കൾ റിയാസിനെതിരെ ഉപയോഗിക്കും. ഇതെല്ലാം കൊണ്ട് തൽക്കാലം മനുമകനെ സുരക്ഷിതമായി പാർട്ടിയിൽ നിലനിർത്താൻ അദ്ദേഹത്തെ പതിയെ മുഖ്യധാരയിൽ നിന്നും വെള്ളി വെളിച്ചത്തിൽ നിന്നും ഒന്ന് അകറ്റി നിർത്തുകയാണ്. ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഒന്നും മുഹമ്മദ് റിയാസിന്റെ ഒരു കാര്യമായ പങ്കാളിത്തം കാണുന്നില്ല. എല്ലായിടത്തും പിണറായി തന്നെയാണ്. MV ഗോവിന്ദൻ പോലും മൂലക്കിരിക്കുന്ന ഒരാൾ മാത്രമാണ്. പിണറായിയുടെ പ്രഭയിലാണ് ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. എല്ലാവരും കരുതും പോലെ മുഹമ്മദ് റിയാസ് ചാടിക്കയറി വന്ന് പിണറായിയുടെ പിൻഗാമിയാവുമെന്നൊക്കെ പ്രചരിച്ചെങ്കിലും അതൊന്നും ഉണ്ടാകില്ലെന്നും ഇപ്പോൾ പിണറായി തന്നെയാണ് നായകനെന്നും മുഹമ്മദ് റിയാസിനെ യാതൊരു പരിക്കും പറ്റാതെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തും വരെ കാത്തിരിക്കാനുമാണ് പിണറായി വിജയൻ കുടുംബത്തിനും റിയാസിനും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് റിയാസ് പതിയെ ഒതുങ്ങി മാറിയിരിക്കുകയാണ്.